ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് രാസവസ്തുക്കൾ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി സ്കിൻ വെളുപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ, ഹോർമോണുകൾ, വിറ്റാമിനുകൾ, ഫ്രൂട്ട്സ്, മരുന്നുകൾ എന്നിവയെക്കുറിച്ചാണ്. അവയൊക്കെ എങ്ങനെ ചർമ്മത്തെ സ്വാധീനിക്കുന്നു എന്ന് വിശദമായി നോക്കാം. എന്താണ് ഗ്ലൂട്ടത്തയോൺ? ഗ്ലൂട്ടത്തയോൺ എന്നത് മാസ്റ്റർ ആന്റിഓക്സിഡന്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്. സിസ്റ്റൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൈസിന് എന്നീ 3 അമിനോ ആസിഡുകൾ ചേർന്നതാണ് ഇത് ഫ്രീ റാഡിക്കലുകൾ നശിപ്പിക്കുകയും മെലാനിന്റെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. മെലനിൻ കുറയുമ്പോൾ നമ്മുടെ ചർമ്മം വെളുക്കുകയും ഗ്ലോ ചെയ്യുകയും ചെയ്യും. ലിവറിനെ ഡിറ്റോക്സ് ചെയ്ത് നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉള്ള ഹോർമോൺ ആണിത്. അതിനാൽ തന്നെ പ്രായം കൂടുന്തോറും ഇതിന്റെ ഉത്പാദനം കുറയുകയും പെട്ടെന്ന് പ്രായം ആകുന്ന തരത്തിൽ ചർമ്മത്തിന്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. എങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം? കുത്തിവെപ്പുകളും സപ്ലിമെന്റുകളും ഒക്കെ ഉണ്ടെങ്കിലും അവ പലതും വളരെ ചിലവുള്ളതും പാർശ്വഫലങ്ങൾ ഉണ്ടാവാനും സാധ്യത ഉണ്ട്. അത്തരം വഴികൾ തേടുന്നവർ തീർച്ചയായും ഒരു ക്ലിനിക്കൽ എക്സ്പെർട്ടിന്റെ സഹായം തീർച്ചയായും തേടണം. നാച്ചുറൽ ആയി എങ്ങനെ ഇത് സാധ്യമാകും? പാർശ്വഫലം ഇല്ലാതെ. കുറച്ച് പഴങ്ങൾ നമ്മളെ ഇതിന് സഹായിക്കും. പഴങ്ങൾ കഴിച്ചാൽ മാത്രം നിറം വെക്കുമോ? ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനായി വീഡിയോ അവസാനം വരെ കാണുക. ഇവയാണ് പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ്. അവക്കാഡോ, ഗ്ലൂട്ടത്തയോണിന്റെ ഘടകങ്ങളുള്ള കൊഴുപ്പ് ഇതിന് സഹായിക്കും. തണ്ണിമത്തൻ, ആന്റിഓക്സിഡന്റുകളിലൂടെ ഡിറ്റോക്സ് ചെയ്ത് ചർമ്മം തിളക്കമുള്ളതാക്കും. പപ്പായ, വിറ്റാമിൻ കൽ സമ്പന്നം. ചീര, സൾഫർ ഉള്ളത് ഗ്ലൂട്ടത്തയോൺ നിർമ്മാണത്തിന് സഹായിക്കും. ഓറഞ്ച്, പ്രകൃതിദത്ത ഡിറ്റോക്സ് പ്രക്രിയയിൽ സഹായിക്കുന്നു. കൂടാതെ ചില പഴങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വിറ്റാമിൻ കോമ്പിനേഷൻസ് ഇതിന് സഹായിക്കും. അതാണ് ഈ ചാർട്ടിൽ ഉള്ളത്. ഇവ സ്വീകരിക്കുന്നതിന് മുന്നേ ഡോക്ടറുടെ സഹായം നിർബന്ധമായും നേടണം. ഇവയെല്ലാം ഉപയോഗിക്കുന്നതിനൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലേ ഫലം ലഭിക്കൂ. സ്ട്രെസ് കുറച്ച് ശരീരത്തിൽ കൂടുതൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത് തടയണം. ഇസ്ട്രജൻ ബാലൻസിൽ കൊണ്ടുവരണം. പ്രൊജസ്റ്ററോൺ, തൈറോയിഡ് എന്നിവയിൽ അളവ് തെറ്റിയാൽ പിഗ്മെന്റേഷൻ, പിമ്പിൾസ് തുടങ്ങിയവ ഉണ്ടാകും. ഉറക്കം, ഭക്ഷണം, വ്യായാമം എന്നിവയിലൂടെ ഹോർമോണുകൾ നന്നായി നിയന്ത്രിക്കുക. കൂടാതെ സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങളും പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം വെളുക്കുകയും ചെറുപ്രായത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നു. അതുകൊണ്ട് യുവത്വം വെറും ചർമ്മം മാത്രമല്ല, ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യമാണെന്ന് മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.